അതിൻ്റെ ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം തയ്യാറായി നിൽക്കുന്നുണ്ട് 20 സീറ്റ് എടുക്കാന്ന് പറഞ്ഞു. ഇന്ത്യ മുന്നണി പറഞ്ഞാൽ അവരും അതിൻ്റെ ഭാഗമാണല്ലോ ആം ആദ്മി പാർട്ടി, അവരെ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ കേരളത്തിൽ അവർ മത്സരിക്കുന്നില്ല, ഞങ്ങൾ തന്നെയാണ്. അത് ആവശ്യപ്പെടാൻ കൂടി ആവശ്യമില്ലാത്ത സ്ഥിതി എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി BJP എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോരോ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തനത്തിന് അവർ വല്ലാത്ത മോശത്തരത്തിൽ തടസ്സപ്പെടാൻ ശ്രമിക്കുന്നത്. അത് CBI ആയാലോ ED ആയാലോ IT ആയാലോ ഇൻകം ടാക്സോ റവന്യൂ ഇൻ്റലിജൻസോ എല്ലാവരും ഇറങ്ങുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ഇതിൽ. കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഒരു വലിയൊരു എന്താ പറയുക ഒരു സിമ്പിളായി മാറി വന്നിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയും ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷനെയും നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ സാധിക്കുന്ന ആരാണ് സേഫ്, ആരാണ് സുരക്ഷിതമായിരിക്കാൻ സാധിക്കുക ജനാധിപത്യത്തിൽ? ഇതാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആത്മാർത്ഥതയോടെ ഇറങ്ങുന്നുണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ ഇടതുപക്ഷക്കാര് അവരുടെ സ്വന്തം പാർട്ടികളുടെ നാഷണൽ സ്റ്റേറ്റസ് ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജനങ്ങൾക്ക് വലിയ ഒരു സാധ്യത കാണുന്നത്. കാരണം ജനങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് വേണ്ടിയിട്ടുമല്ല, പഞ്ചായത്തിന് വേണ്ടിയിട്ടുമല്ല, ഇത് കേന്ദ്രത്തിന്റെ ഭരണത്തിന് വേണ്ടിയിട്ടാണ്. ആരാണ് ലോക്സഭയിൽ ഇരുന്ന് ആരാണ് ഈ രാജ്യത്തെ ഭരിക്കാൻ പോകുന്നത്, ഏത് വിധത്തിലുള്ള ഭാരതമാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെയാണ് ജനങ്ങളുടെ മനസ്സിലുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഒരു സംശയവുമില്ല, ലെഫ്റ്റ് പാർട്ടികൾക്ക് കൂടുതൽ പ്രതിഷേധമില്ല. അവരവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ CPM-ന്റെ ആകെ തമിഴ്നാടും കേരളയും ഒരുമിച്ച് 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ തവണ അതും കൂടി ഉണ്ടാവുമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്കറിയാം BJP-യെ നേരിടാൻ ഒരു ദേശീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചില സ്ഥലത്തിൽ ചില സംസ്ഥാനങ്ങളിൽ സ്ട്രോങ് റീജിയണൽ പാർട്ടീസ് മാത്രമാണ് ഉള്ളത്. കോൺഗ്രസ് ഇല്ലാത്ത അവിടെ അല്ലെങ്കിൽ വലിയ ശക്തിയില്ലാത്ത സംസ്ഥാനം, ഫോർ എക്സാമ്പിൾ തമിഴ്നാട് DMK ഉണ്ട്, UP-യിൽ സമാജ്വാദി ഉണ്ട്, ബീഹാറിൽ RJD ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ഭരണമുണ്ടാക്കാൻ സാധിക്കുന്ന ആ ഭയമാണ് BJP കണ്ടിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി.